അടുത്തതായി അടുത്ത സെക്ഷൻ നമ്മൾ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ കാട്ടിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ ഫോൺ അങ്ങനെ ബന്ദിപ്പൂര് കാട്ടിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത യാത്ര നമ്മൾ ബന്ദിപ്പൂർ കാട്ടിലൂടെ ഗോയിങ് ടു ഊട്ടി നേരെ പോട്ടോ. സോറി, ഒരു ചെറിയൊരു തിരുത്തുണ്ട്. ഇതൊരു മുതുമലൈ ടൈഗർ റിസോർട്ട്. നമ്മള് ഇതെന്ത് പോടാ? ജമന്തിയാ, ചെണ്ടുമല്ലി പൂവ്, അത് സൂര്യകാന്തി പൂവ്, മറ്റേ സീഡ്. അത് നമ്മള് വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്താൻ വേണ്ടി വെച്ചതാണ്. എന്താ അങ്ങനെ ബന്ദിപ്പൂർ കാട്ടിനുള്ളിലൂടെ മന്ദം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുലി, സിംഹം, കടുവ, ചെന്നായി, കാട്ടുപോത്ത്, ആന, പാമ്പ്, എരുമ എന്നിവയ്ക്ക് കഴുതകളെ നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നില്ല. കാരണം കഴുതകളെല്ലാം വണ്ടിയിലിരിക്കുന്നതുകൊണ്ട് കഴുതകളെ ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല അല്ലെ. വല്ല മാനോ ഏടമാനോ. ഓ മാൻ മക്കളെ, വാട്ട് മാൻ പറയുമ്പത്തിന് മാൻ പോട്ടെ കേട്ടറാ. വാട്ട് യു കാട്ടുന്നു. അങ്ങനെ നല്ല ഒരു കൂട്ടം മാനുകളെ നമ്മൾ ആദ്യം തന്നെ കണ്ടിരിക്കണം കേട്ടാ. ഒരു കൂട്ടം മാനുകളെ ഇവിടെ എവിടെ വണ്ടി കയറട്ടെ. നമ്മളെ ദുബായ് ഡ്രൈവർ ദുബായ് സൈഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുബായ് ഡ്രൈവർ ഞാൻ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ ഓപ്പൺ ആക്കിണ്ടല്ലോ. യൂട്യൂബ് വീഡിയോ ഉണ്ടോ? മറ്റു വീഡിയോ ഒരു മാൻകുട്ടികളെ കണ്ടിരിക്കുന്നു. അത്യാവശ്യം കുറെ കൂട്ടുണ്ട് കേട്ടോ. നല്ല മാൻകൂട്ടങ്ങൾ കുറെ ഉണ്ട്. മാനെ കണ്ട സൂപ്പറാണോ? മാന് സൂപ്പർ അല്ലേ? അതിന്റെ അടുത്ത് നിർത്തണ്ട കേട്ടോ. ചിന്തോ പതുക്കട്ട് പോയാ മതി. അതെന്തോ ക്രോസ് ചെയ്യുന്നുണ്ടോ അവിടെ? നേരെ എന്തോ ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെ. മാനെന്നെ ക്രോസ് ചെയ്യണേ. ഓയ് മൈ ഡിയേഴ്സ്, ഹൗ ആർ യു? അങ്ങനെ നമ്മൾ കുരങ്ങനെ കണ്ടിരിക്കുകയാണ്. രണ്ട് മൃഗങ്ങളെ നമ്മൾ കണ്ടിരിക്കുന്നു. കീപ് ലെഫ്റ്റ്. എങ്ങനെ എടാ വൺ വേണത്? അല്ലടാ അത് വൺ വേണേ. ഇങ്ങനെ കറങ്ങി പോരാ. സ്പൾബർ caution elephant zone. Do not stop. We shall not be responsible for attack by elephant. ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യണ്ട. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആനയുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ അവര് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ന് നമ്മളോട് മുൻകൂട്ടി അറിയിച്ചിരിക്കുകയാണ്. വനമേ സ്പൾബർ, മിഡിൽ സ്പൾബർ ആണ്. എന്താടാ? ലെഫ്റ്റ് സൈഡ് ഈസ് വെരി ബ്യൂട്ടിഫുൾ വ്യൂ. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണാനുള്ള ഏകദേശം തത്രപ്പാടിലാണ്. ആന സൂപ്പർ. ഇവിടെ ഉണ്ടാവും. അങ്ങനെ വെൽക്കം ടു ബന്ദിപ്പുര. അങ്ങനെ നമ്മൾ ബന്ദിപ്പുരയിൽ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടാ എന്താടാ ഇതിന്റെ ഉള്ളില്? സിദ്ധു എന്താടാ? മംഗല നാഷണൽ ഹൈവേ. ചുറ്റുഭാഗത്തുള്ള മലനിരകളിലെ വ്യൂകൾ ഒരു രക്ഷയുമില്ല കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്, വൈബാണ്. ഓ ക്യാമറയാ. സൂപ്പർ വ്യൂ.
അങ്ങനെ മയിലിനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഒരു മയിലിനെയും കണ്ടിരിക്കുക. ആ പോട്ടെ വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പതിയെ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരക്കുറവാണല്ലോ, മറ്റിങ്ങനെ തിരക്കുണ്ടാവും റൂട്ടിൽ അല്ലേ? Where is the man? Where is the man? Is there? Man is there? Superman, super. Sound ഉണ്ടാക്കില്ല. ഇപ്പൊ ശരിയാക്കി തരാം. മാൻകൂട്ടങ്ങളെ കണ്ടിരിക്കുകയാണ്. മാൻകൂട്ടങ്ങളെ നമ്മൾ കണ്ടിരിക്കുകയാണ്. സൂംബിടെ അയ്യോ അടിപൊളി. മസ്സലാമ. അപ്പോ അങ്ങനെ നമ്മൾ നീലഗിരി ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ മാൻ, ഹൗ ആർ യു? പോട്ടെ സിദ്ധ പോട്ടെ. അങ്ങനെ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കടന്നു ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് അല്ലേ? നീലഗിരി കുന്നിന്റെ മുകളിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയായി. ഇത് കാടാണ്. ചിലപ്പോൾ അവിടെ നാദശ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. മേ ബി യുനോ. ഓക്കെ മിസ്റ്റർ നാദിഷ്, നമ്മൾ ഊട്ടിപ്പട്ടണം ചിന്നവാട. നമ്മള് ഊട്ടിയിൽ എത്തിയാൽ എത്തി, അല്ലെങ്കിൽ ചട്ടി. എത്തും. നിന്റെ വൈബോസ്ക്ക് നമുക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അത് അമാന കുട്ടികൾ നിൽക്കണം. പോട്ടെ. ഇറ്റ്സ് ടു മച്ച് മാൻ ഹിയർ. നോ നീഡ് മാൻ. അയജുനോ ഉറക്കം വരണ്ടാ? ഉണ്ട്. ക്യാമറയിൽ നിന്റെ മുഖം ഞാൻ കാണുന്നു. കാണുന്നടാ. ഓ ദേശീയ പക്ഷി, അനക്കൊന്നും പേടില്ലേ? ഓ അങ്ങനെ നമ്മുടെ മാൻകൂട്ടങ്ങളെ കണ്ടിരിക്കുക. എന്താടാ വ്യൂ. എൻ്റെ മോനെ സിദ്ധോ, അതൊന്നല്ല മോനെ ഇതിട്ടാ, ഇതല്ല മോനെ അതും. ഏതാ വ്യൂ, സൂപ്പർ ശാനം. കണ്ട എന്തോരം മാനകളാ. ഒരു കുടം മാനുകളെ തന്നിരിക്കുന്നു. ഒന്ന് രണ്ട് മൂന്ന് ആനയുടെ കൂട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടാ. എത്ര ഉണ്ടാ? ഉള്ളിക്ക് പോയി, ഉള്ളിക്ക് പോയി. ചെറുതുണ്ട്. ഇന്നെ ബാക്കിക്ക് തട്ടിയ കാരണം ഇതൊന്നും എടുക്കാൻ പറ്റാത്തട്ടാ. മനസ്സിലാക്കാൻ പറയാ. കുട്ടിയാനാണ്. അജിമാരി പോ. അപ്പൊ സുഹൃത്തുക്കളെ, എന്നെ ബാക്കിലേക്ക് തട്ടിയ വിവരം നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നു. നിസാമാണ് പ്ലാൻ ചെയ്ത് എന്നെ ബാക്കിലേക്ക് തട്ടിയത്. ഇഷ്ടം പോലെ ഇട്ടാണ്. അന്തോരം കുറെ ഉണ്ട്. അടിപൊളി. സൂപ്പർ. എപ്പോഴാ ഇതിന്റെ കൈണ്ടാവണട്ടാ. ഇത് മോളിക്ക് ഇതിന്റെ ഉള്ളില് ചെയ്താൽ മതിട്ടാ. കണ്ടില്ലേ? അപ്പൊ ഊട്ടിയിലേക്ക് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് നമ്മൾ ഈ പാസ് ഒന്നും എടുക്കാണ്ട് ഇങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ നമ്മളോട് ഈ പാസ് എടുത്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ നമ്മളിത് ഈ പാസ് സെറ്റാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പൊ എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ള അറിയില്ല. നമ്മളെ മുതലാളി പോയിട്ടുണ്ട്. മുതലാളി വന്നിട്ട് ഇനിയിപ്പോ നമുക്ക് അതിനെ കുറിച്ച് പറയാം അല്ലേ? ഇതോ സുഖമല്ലടാ. എന്ത്
എവിടെ നമ്പറില് ഇവിടുത്തെ നമ്പറിൽ മൊബൈൽ ഇടതാ പറഞ്ഞോ ഈ പാസ് നമ്മള് ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഇതുപോലെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ചെയ്തു തരുന്നതാണ് അല്ലേ? നിങ്ങൾ 2 വാക്ക് പറയൂ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പറയില്ല, നമ്മളോട് പറഞ്ഞു ഈ പാസ് നിർബന്ധമാണ്. നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞോളൂ എന്തിനാന്നുള്ളത്. എങ്ങനെ പൈസ കട്ടാവും? പൈസ കട്ടാണത് ടോൾ ഗേറ്റ് വഴി കയറുമ്പോ ഓട്ടോമാറ്റിക് കട്ടാവും. പാസ് ഇല്ലെങ്കിൽ ഇവിടെ 30 രൂപ തരണം. இங்க 30 ரூபா இல்ல டோல்ல உங்ககிட்ட பாஸ் வந்து ஃப்ரீ தான். டோல் அமௌண்ட் மட்டும் அங்க ஆட்டோமேட்டிக்கா கட் ஆயிடும். நீங்க போச்சுன்னா போதும். അപ്പോ അങ്ങനെയാണ് സംഭവം. പറഞ്ഞു ഓട്ടോമാറ്റിക് കട്ടാന്ന് പറയാം. നമ്മളിലെല്ലാം വേണ്ടേ? അങ്ങനെ മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു ട്രിപ്പ് അതിമനോഹരമായി പുരോഗമിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ചായ കിട്ടണമെന്നുള്ള ആഗ്രഹവുമായി ഞാൻ കുറെ നേരമായി ഇവനോട് പറയാൻ തുടങ്ങിയിട്ട് ഈ വണ്ടി ഓടിക്കണോട്. കുറച്ചാലും മാറിയിട്ട് എന്നിട്ട് കുടിക്കണം. ഈ തിരക്കിന്റെ ഇടയിൽ മാറിക്കാം. തിരക്കിന്റെ ഇടയിൽ ഉണ്ടാവില്ലടാ പിന്നെ സമം പോട്ടെ. ദൈവമേ, മസനഗുഡി വഴി നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇതെന്താ ഈ വണ്ടി നിൽക്കൂലേ? അങ്ങനെ മസനഗുഡി ടൗണ്. ഇതാണ് മസനഗുഡി ടൗൺ കേട്ടോ. നല്ല കച്ചവടക്കാരും തിരക്കുണ്ട്. ജീപ്പേരൊക്കെ ഉണ്ട്. ട്രക്കിംഗ് ജീപ്പേര് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ചായക്കട ചാടിക്കാൻ ഇരുന്നിട്ടുണ്ടല്ലോ. നല്ല പൂച്ചക്കുട്ടിനായിട്ട് കളിക്കുകയാണ്. ഹലോ മാന്തരുത്തിട്ടാ പാടില്ല. കിറ്റുവാ പേരൊക്കെ ഇട്ടാ. ഇങ്ങനെ നോക്കുമ്പോ ഇവിടുന്ന് സൂപ്പർ ലൈക്ക് അങ്ങനെ വിത്ത് കട്ടൻ റെഡി. പാൽവെള്ളം 3 കുടിച്ചോടാ മുത്തേ, കുടിച്ചോടാ. പാല് കുടിച്ചോടാ. നീ പാൽവെള്ളം കുടിച്ചോട്ടാ. കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. വയലന്റ് ആണല്ലോ അവിടെ. അയച്ചിനോ വയലന്റ്. ഊട്ടിയിലേക്കുള്ള പാതയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോ നേരെ എയർ പിന്നുകൾ കയറി നമ്മൾ വളഞ്ഞു ഊട്ടിയെ ലക്ഷ്യമാക്കി ഊട്ടിയുടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. സ്പൾബർ മിസ്റ്റർ മിസ്റ്റർ സിദ്ധു, താങ്കൾ അതിന്റെ പേര് മാറ്റണോടാ. സ്പൾബർ എന്നുള്ള മാറ്റണം. നമുക്ക് അന്നെ വല്ല വീരപ്പന്ന വല്ല കോരപ്പന്ന എന്തെങ്കിലും ഇട്ടാലോ? വീരപ്പന്റെ ആളല്ലേ ഈ പരീക്കുട്ടി ആരയ്യാ? പല്ലിക്കുട്ടി ഇട്ടാലോ? ഉസ്മാനാണ് നല്ലത്. ഉസ്മാൻ. ഓ ഉസ്മാൻ. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ വീയോട്ടാ.
അണ്ടണ്ടക്ക നമുക്ക് ഈ കാട്ടിന്റെ ഉള്ളിൽ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നരാ. ഇത് പണ്ട് രാജാക്കന്മാരുണ്ടാക്കിയതാന്നൊക്കെ ഒരു ചരിത്ര ഐതിഹ്യം പറയുന്നതായിട്ട് ഏതോ ചരിത്ര പുസ്തകത്തില് വായിച്ചതിന്റെ നേർക്കാഴ്ചകളാണ് ഇതിലൂടെ പോണുള്ള യാത്ര എന്നൊക്കെ പറയണ. എന്റെ യൂട്യൂബ് ചാനലില് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എയർപിൻ വളവ് ഫസ്റ്റ് എത്തി. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ആണ് നമ്മൾ വളയാൻ പോകട്ടോ. പിടിക്കും മോനെ, എടുക്കടാ വളക്കാൻ. മഷിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു അതിമനോഹരമായ യാത്ര. അത് വൈബോട് കൂടി. ഞാൻ വിചാരിച്ച അതൊന്നും കഴിഞ്ഞത്. ഓക്കെ, അപ്പോ ആദ്യത്തെ എയർപിൻ വളരെ മനോഹരമായിട്ട് നമ്മൾ സക്സസ്ഫുള്ളി. അടുത്ത എയർപിൻ ഇതാ. എടാ ഇവിടെ നിർത്താടാ, അവിടെ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടാ. വളരെ മനോഹരമായി എയർപിൻ നമ്മുടെ സിദ്ധു എടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത വിഷ്വൽസുകൾ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് സുഹൃത്തുക്കളെ. പിന്നെ വെൽക്കം ടു ഊട്ടി. അങ്ങനെ ഊട്ടിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിന് നമ്മളൊരു ടീ ഫാക്ടറിയിൽ പോയിട്ട് ഒരു ടീ കുടിക്കാനുള്ള ചായ കുടിക്കാൻ ടീ ഫാക്ടറി പോയിട്ട് സൂപ്പർ വൈബ്. ടീ ഫാക്ടറിയുടെ ഉള്ളിൽ കൂടെ അവിടെ ഒരു പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചോക്ലേറ്റ് അടിച്ചിട്ടില്ല, ചോക്ലേറ്റിന് ഇഷ്ടപ്പെട്ടോ ഉള്ളിലുണ്ട്. കൊണ്ടുവാ ടീ ഫാക്ടറി മോളിലാ വാ. മോളിൽ പോയിട്ട് കാണട്ടോ. എടുത്ത് അതിൻ്റെയാണോ? എടുത്ത് അവിടെ ഇതൊക്കെ ഉണ്ടാക്കണ്ടല്ലോ, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. ഞാൻ 10 രൂപ ടിക്കറ്റ് ഓരോരുത്തർക്ക് എടുത്തിട്ടാ നമ്മളിത് ടീ ഫാക്ടറി ഉള്ളിൽ കയറാണ്. അപ്പോൾ ഊട്ടിയിൽ വന്ന പാടന്നെ ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് ആ ടീ ഫാക്ടറി കയറിയിട്ട് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പോവാട്ടോ. പറഞ്ഞ ഓ മൈ ഗോഡ് സൂപ്പറാണല്ലോ. ഓ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണാം. എക്സൈറ്റ്മെന്റിലാണ്. ഫസ്റ്റ് ടൈം ഇൻ ടീ ഫാക്ടറി. അയച്ചോ ചാടിക്കാൻ പോവാ. ഓ മോനെ, വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി വ്യൂ. ഓ കോടയും മഞ്ഞും ചുമയും. ഓഹോ അയില ഊട്ടി. പെട്ടെന്ന് നോക്ക്. അഞ്ഞോയ വൈബോട്ടോ കോട. 6 മണി സമയം. പൊളി ടീ ഫാക്ടറി. ഏത് മൂഡ്? ടീ ഫാക്ടറി മൂഡ്. ഹായ്, അല്ല തേയിലയുടെ മണാടി. Carbohydrates, minerals and volatiles. അല്ല ചായ മസാല ടീ. കുടിക്ക്. ഓ After the rolling process, the tea leaves are placed on the ceramic tiles for fermentation.
സൂപ്പറല്ലേ? അടിപൊളി മസാല ഇട്ടുണ്ട്. അടിപൊളി സൂപ്പർ ഒന്നും പറയല. ഇല്ല, അന്ന് നമ്മളിത് ഇവിടെ വന്ന് വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. മേടിക്കാം. ഇത് വേണോ? ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണോ? സെക്കൻഡ് റൗണ്ട് ഏലക്കായി ടീ. ഏലക്കായ സൂപ്പർ. ചേച്ചിമാര് ഡ്യൂട്ടി ചെയ്യാനായുണ്ട്. ചേച്ചിമാര് വേറെ മൂഡിലാണ്. അല്ല, ഏലക്കായ ടീ സൂപ്പർ കേട്ടോ. സൂപ്പറാണ്, അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഏലക്കായ നമ്മളെ തേയില ഫാക്ടറിയിലെ മെഷീനെല്ലാം ബന്ധാക്കി ചേച്ചിമാരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാട്ടോ. സൂപ്പർ, അടിപൊളി ആണ് അതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ കുറേ ക്ലിപ്പുകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്ത വീഡിയോ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, മറക്കണ്ട. അതിലാണ് നമ്മൾ കാര്യം എടുക്കുന്നത്.